ഒരു മലയാളി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന ഭരണസമിതിയിൽ ഇരുകൊണ്ട് ബ്രിട്ടീഷുകാരെ തന്നെ തുറന്ന് വിമർശിച്ചു. ജാലിയൻവാലാബാഗിൽ നൂറുകണക്കിന് നിരപരാധികളെ വെടിവെച്ച് കൊന്നതിനെതിരെ അദ്ദേഹം ശക്തമായി പ്രതിഷേധിച്ചു. ബ്രിട്ടീഷ് സർക്കാരിലെ ഉന്നത പദവി രാജിവെച്ചും പിന്നീട് കോടതിയിൽ ബ്രിട്ടീഷ് അധികാരികളെ നേരിട്ടും അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു. ആരാണ് ആ ധീരനായ മലയാളി? ഇതാണ് ചേറ്റൂർ ശങ്കരൻ നായരുടെ യഥാർത്ഥ കഥ. 1857 ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിലാണ് ശങ്കരൻ നായർ ജനിച്ചത്. അദ്ദേഹം നിയമപഠനം പൂർത്തിയാക്കി അഭിഭാഷകനായി പ്രവർത്തനം തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ നിയമജ്ഞാനവും വാദശേഷിയും ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകരിൽ ഒരാളായി മാറി. സ്വാതന്ത്ര്യസമരത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവമായി. 1897 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വിമർശിച്ചിരുന്നെങ്കിലും ഭരണഘടനാപരമായ പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യയ്ക്ക് കൂടുതൽ അവകാശങ്ങൾ നേടണമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. പിന്നീട് അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായി. അന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ഭരണപദവികളിലൊന്നായിരുന്നു ഇത്. എന്നാൽ അധികാരത്തേക്കാൾ നീതിക്കായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാധാന്യം. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻവാലാബാഗിൽ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയിരുന്നു. അവർക്കെതിരെ ജനറൽ റെജിനാൾഡ് ഡയർ സൈന്യത്തോട് വെടിവെക്കാൻ ഉത്തരവിട്ടു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ അതിലും കൂടുതലായിരുന്നുവെന്നാണ് നിരവധി ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്. ഈ സംഭവം ലോകത്തെ നടുക്കി. ചിറ്റൂർ ശങ്കരൻ നായർ ഇതിനെ ശക്തമായി അപലപിച്ചു. അദ്ദേഹം പ്രതിഷേധ സൂചകമായി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നുള്ള സ്ഥാനം രാജിവെച്ചു. ആ കാലത്ത് ഇത്തരമൊരു തീരുമാനം അത്യന്തം ധീരമായിരുന്നു. ശങ്കരൻ നായർ പിന്നീട് ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൽ പഞ്ചാബിലെ ബ്രിട്ടീഷ് നടപടികളെ അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഇതിന് പിന്നാലെ പഞ്ചാബിന്റെ മുൻ ലഫ്റ്റനന്റ് ഗവർണറായ മൈക്കൽ ഒഡ്വെയർ അദ്ദേഹത്തിനെതിരെ അപകീർത്തി കേസ് നൽകി. ലണ്ടനിൽ നടന്ന ആ കേസ് ലോകശ്രദ്ധ നേടിയിരുന്നു. അദ്ദേഹം കേസ് വിജയിച്ചില്ലെങ്കിലും ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ചുള്ള ചർച്ച അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശക്തമാകാൻ ഈ വിചാരണ സഹായിച്ചു. 1934 ചേറ്റൂർ ശങ്കരൻ നായർ അന്തരിച്ചു. ഇന്ത്യൻ നിയമരംഗത്തും പൊതുജീവിതത്തിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ ഇന്നും ഓർക്കപ്പെടുന്നു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെതിരെ ഉയർന്ന ശക്തമായ ഇന്ത്യൻ ശബ്ദങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അധികാരത്തിന്റെ ഉയരങ്ങളിൽ എത്തിയിട്ടും സത്യത്തിനും നീതിക്കും വേണ്ടി സ്വന്തം പദവി ഉപേക്ഷിച്ച മലയാളിയായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു കാര്യം മാത്രം: പദവിയേക്കാൾ വലുതാണ് നീതി.